താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കുറച്ച് ഹാപ്പി ആയിട്ട്, താങ്ക് യു സോ മച്ച്, ഹാപ്പി ആയിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യാനും കുറച്ചുകൂടെ സുന്ദരമായ ലോകത്തെ നല്ലതാണ്. ഹായ്, നല്ല ഭംഗിയുണ്ടല്ലോ, ഈ പ്രഭാതം നല്ലതാണല്ലേ, സായനം നല്ലതാണല്ലോ, ഈ പൂക്കൾ നല്ലതാണോ, ഈ മനുഷ്യർ എത്ര നല്ലതാണ്, എത്ര നല്ല മനുഷ്യരാണ് നമ്മുടെ മുന്നിലുള്ളത്, ഇത്രയും കാര്യങ്ങളുണ്ടോ എനിക്ക് സന്തോഷിക്കാനെന്ന് ഓരോ ദിവസവും നമ്മൾക്ക് തോന്നണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിലൊരു ചേഞ്ച്, കുറച്ച് ചേഞ്ചസ് വരുത്തണം, ചെറിയൊരു ചേഞ്ച്. ഒരുപാട് നിങ്ങൾ കംപ്ലീറ്റ് പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, പറ്റുന്നിടത്തോളം ഒരു ശ്രമം നടത്തി നോക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്കൊരു 10 സ്റ്റെപ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്, 10 സ്റ്റെപ്സ് ആണ്, 10 സ്റ്റെപ്സ്. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ വറി ചെയ്തുകൊണ്ടിരുന്നാൽ അത്, ഞാൻ പല സെഷനിലും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ ഫിസിക്കൽ നമ്മുടെ ഫിസിയോളജിയിൽ മാറ്റങ്ങൾ വരുത്തും. അതിൻ്റെ ഒരു അക്യുമുലേഷൻ ഓഫ് വറി പലവിധ അസുഖങ്ങൾക്ക് കാരണമാകും. നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ അതായി മാറും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, എന്തിനാണോ ഫോക്കസ് കൊടുക്കുന്നത്, നമ്മൾ അതായി മാറും ലൈഫിൽ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വറി ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തെ ഓർത്ത് വേദനിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ, ചെയ്തു പോയ തെറ്റോർത്ത് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ, കുറ്റബോധം കൊണ്ട് ഡെയിലി വീർപ്പ് മുട്ടുന്നവരാണെങ്കിൽ, പശ്ചാത്തപിക്കാൻ പറ്റാതെ പോകുന്നതാണെങ്കിൽ, ക്ഷമിക്കാൻ പറ്റാതെ പോകുന്നതാണെങ്കിൽ, ഇതൊന്നും കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. ഇതൊക്കെ നമ്മുടെ ഓരോ പോർട്ടലുകളെ ഷട്ടറിട്ട് അടച്ചിട്ട് അവിടെ വലിയ ലോക്കിട്ട് വെച്ചേക്കുന്ന രീതിയായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ഇത് ഏത് നെഗറ്റീവ് സ്വഭാവമാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, പശ്ചാത്താപം ഭയങ്കര പ്രശ്നമാണ്. അയ്യോ അങ്ങനെ സംഭവം, ഞാൻ എന്നാലും അങ്ങനെ ചെയ്യണ്ടായിരുന്നല്ലോ. സെൽഫ് ഫോർഗീവ്നെസ് അത് കൊടുക്കുക. നമ്മൾ റിയലൈസ് ചെയ്യും, നമ്മൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് അതേ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ, അന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്തു. ഇറ്റ്സ് ഓക്കെ. അത് അങ്ങനെ നമുക്ക് അന്നത്തെ അറിവും അന്നത്തെ അനുഭവം വെച്ച് എനിക്ക് അതേ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ അറിവിൽ, ഇന്നത്തെ അനുഭവത്തിൽ ഞാൻ അത് തിരിച്ചറിയുന്നു തെറ്റാണെന്ന്. അതുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ പുറത്തു കൊടുക്കുക. ഇങ്ങനെ പല ഈ പ്രശ്നങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരുന്ന ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എവിടെയും നമുക്ക് ഒന്നും റിസീവ് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മളെല്ലാ ഡോറും ഷട്ടർ ഇട്ട് വെച്ചിട്ട് മണിച്ചിത്രത്തായിട്ട് പൂട്ടി വെച്ചേക്കും. എന്നിട്ട് താക്കോല് വേറെ ആരുടെയും കയ്യിലായിരിക്കും. നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അത് അൺലോക്ക് ചെയ്യണമെങ്കിൽ, അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ 10 കാര്യങ്ങൾ എന്ന് പറയും. ജസ്റ്റ് വെറുതെ നമ്മൾ ഡെയിലി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരും. നമ്പർ 1, ഡെവലപ്പ് എ ക്യാൻ ഡു ആറ്റിറ്റ്യൂഡ്. എനിക്ക് പറ്റും എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. എനിക്കിത് പറ്റാം, എന്താണ് നമുക്ക് പറ്റാത്തത് ഒന്ന് ആലോചിച്ച് നോക്കി. വേറൊരാൾക്ക് പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറ്റും. എന്തായാലും വേറൊരു വ്യക്തി, ഒരു ഹ്യൂമൻ ബീയിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റും. അപ്പൊ ഇനി വേറൊരാൾ ചെയ്യാത്ത കാര്യം കൂടി നമുക്ക് പറ്റും. ഇഫ് ഐ ബിലീവ് ഐ ക്യാൻ. ഇതെല്ലാം എവറിത്തിങ് മാറ്റർ ടു അവർ ബിലീഫ്. നമ്മളത് വിശ്വസിക്കുന്നു, നമ്മളിൽ ഒരു വളരെ പവർഫുൾ സ്ട്രോങ് ബിലീഫ് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും, എന്തും നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഐ ക്യാൻ ഡു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഡെവലപ്പ് ക്യാൻ ഡു ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഏത് കാര്യത്തിലും, ഇപ്പൊ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണോ, എനിക്ക് പറ്റും. ഇതിന്റെ ലൈഫ് കോച്ചിങ് ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരിക്കുന്നു, എന്ത് ചെയ്തിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഉറപ്പായിട്ടും പറ്റും. നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ആദ്യം നമ്മളൊന്ന് എഴുതി വെക്കുക. തിങ്ക് ഓൺ പേപ്പറിൽ എഴുതി വെക്കുക. അത് നമ്മളെ ബ്രെയിനെ കളിയാക്കുന്ന ഒരു ഏർപ്പാടാണ് പേപ്പറിൽ എഴുതുമ്പോൾ. കളത്തരം കാണിക്കാൻ പറ്റില്ല. സബ് കോൺഷ്യസ് മൈൻഡ് മറച്ചു വെക്കാൻ പറ്റില്ല. നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ കൃത്യമായിട്ട് വന്നേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി നോക്കണമെന്ന് പറയുന്നത്. ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി നോക്കിയാൽ കൃത്യമായിട്ട് വരും. അത് മറച്ചു വെക്കാൻ പറ്റത്തില്ല. സബ് കോൺഷ്യസ് മൈൻഡിന് കള്ളം പറയാൻ പറ്റത്തില്ല. അത് ആ ഒരു ട്രിക്കാണ് നമ്മൾ അവിടെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിക്കേണ്ടത്. നോക്കട്ടെ, ആരൊക്കെ വന്നിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്യാം. ഓക്കെ. സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് പറ്റിക്കാൻ പറ്റും. കാരണം കള്ളം പറയാൻ പറ്റത്തില്ല. അവിടെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഫുള്ളി എന്താണോ വരുന്നത്, വിഷ്വൽ, ഓഡിറ്ററി, കിനസ്തെറ്റിക് 3 സെൻസ് ഓർഗൻസിലൂടെ നേരെ വന്ന് പേപ്പറിലാവും. എഴുതി നോക്കണം, എന്താണ് എന്നെ തടയുന്നത്, വാട്ട് പ്രിവെന്റ്സ് മീ. അത് എഴുതി നോക്കണം. എഴുതി നോക്കിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ. ചൂസ് ഐ ക്യാൻ ഡു ഇറ്റ് ആസ് യുവർ ലൈഫ് മോട്ടോ. എന്ത് കാര്യം എടുത്താലും എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ മോട്ടോ, എൻ്റെ ലക്ഷ്യം. എനിക്ക് ചെയ്യാൻ പറ്റും. അതിന് നമ്മുടെ ലൈഫ് മോട്ടോ എടുത്ത് അറിഞ്ഞെടുക്കുക. ഐ ക്യാൻ ഡു. എനിക്കത് ചെയ്യാൻ പറ്റും. എനിക്കത് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് വരുമ്പോഴൊക്കെ നമ്മൾ ഐ ക്യാൻ ഡു എന്നുള്ള ഒരു മോട്ടോ
കൊണ്ടുവരണം. ഐ ക്യാൻ ഡു, വെറുതെ ഐ ക്യാൻ ഡു എന്ന് നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിക്കി നോട്ട്സിലൊക്കെ എഴുതി വെച്ചാൽ തന്നെ അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമ്മളെ മനസ്സിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് നമുക്കൊരു അതായത് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്ന സാധനങ്ങളെല്ലാം അവിടെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ബിലീഫ് സിസ്റ്റം പതുക്കെ 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 താഴേക്ക്, അതായത് സ്ട്രോങ് ബിലീഫ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നോ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. നമ്പർ 2 എന്ന് പറയുന്നത് a great way to generate a can do attitude is to ask why not. എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല? ഒരു കാര്യം എടുക്കുന്നു, വേറൊരാൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരാൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഇംപ്രസ്ഡ് ആവുന്നു, ഭയങ്കര എനിക്കത് ചെയ്തേ പറ്റുള്ളൂ നമുക്കൊരു തോന്നലുണ്ട്. അടുത്ത നിമിഷം നമുക്ക് വരുന്ന ഡൗട്ട് ലിമിറ്റിംഗ് ബിലീഫ്സ് എല്ലാം കൂടെ കയറി വന്നിട്ട് അയ്യോ ഇത് എനിക്ക് പറ്റില്ല എന്നൊരു തോന്നൽ വരും. അവിടെ നമ്മളോട് തന്നെ ചോദിക്കണം വൈ നോട്ട്, എന്തുകൊണ്ട് പറ്റുന്നില്ല. ഇത് തീരുമ്പോൾ 4 പവർഫുൾ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു. ഈ 4 പവർഫുൾ ക്വസ്റ്റ്യൻസ് ഓരോ സിറ്റുവേഷനും നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ, നമുക്ക് ആക്ഷൻ എടുക്കാൻ, നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതായത് എനർജി ഒരു ഫ്യൂലാണ്, കുഞ്ഞിപ്പോയി പെട്രോൾ അടിക്കുന്ന പോലെ. ഓക്കെ, നമ്പർ 3 നമ്മൾ വൈ നോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ട് എനിക്ക് വൈ നോട്ട് ബി, എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് ചോദിക്കുക. മൂന്നാമത്തത് ഡു ഇറ്റ് യുവർ വേ, ഡെവലപ്പ് യുവർ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് വർത്ത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു ഐ ആം ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ചെയ്തിട്ടില്ലേ? ഐ ആം ഗ്രേറ്റ് എന്ന് പറയുന്നിട്ട് ഒരു എക്സസൈസ് നമ്മൾ ഈ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? അത് ഐ ആം ഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു എക്സസൈസ് നമ്മൾ ചെയ്തില്ലായിരുന്നു, ഓർക്കുന്നുണ്ടോ? അത് ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടില്ലായിരുന്നോ? ഇല്ലേ? അത് സാരമില്ല, നമ്മൾ നെക്സ്റ്റ് ഡേ ചെയ്യാം. അത് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സെൽഫ് വർത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വളരെ പ്രധാനമാണ് സെൽഫ് വർത്ത് എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ എങ്ങനെ നമ്മളെ കാണുന്നു, സെൽഫ് കോൺഫിഡൻസ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് വർത്ത്. നമ്മളെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം, നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ, നമ്മളെ കുറിച്ച് നമ്മൾ എന്ത് പറയും? ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അതാണ് നമ്മുടെ സെൽഫ്. നമുക്ക് എന്താണ് പറയാൻ പറ്റുന്നത്, അതാണ് നമ്മുടെ സെൽഫ്, നമ്മളെ കുറിച്ച് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണ. ഒറ്റ സെക്കൻഡ്. താങ്ക് യു. നമ്മളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? എങ്ങനെ എന്നെ കുറിച്ച് ഞാൻ ഡിഫൈൻ ചെയ്യും? ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? ഞാൻ ആർക്കെങ്കിലും, നിങ്ങളൊന്ന് ഡിഫൈൻ ചെയ്യാമോ? ചാറ്റ് ബോക്സിൽ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ ഇത്? ഹൗ ക്യാൻ യു ഡിഫൈൻ യുവർ സെൽഫ്? ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? നമ്മൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോഴാണ് നമ്മുടെ കോർ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കോഡെക്സ് എന്നാണ് അതിന് പറയുന്നത്. ആ കോർ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ വരുന്നത്, ഇത്രയും കാലം ഞാൻ ഇങ്ങനെ മീനിങ്ലെസ് ആയിട്ടാണോ ജീവിച്ചത്? ഇതാണോ ഞാൻ? നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മുടെ കൈ കിട്ടുക എന്നൊക്കെ പറയില്ലേ, നമ്മളെ കുറിച്ചൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് അത് നമുക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ കുറിച്ച് നമ്മൾ എന്താണ് നമ്മളോട് ചോദിക്കേണ്ടത്, എന്താണ്, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തായിരിക്കും പറയുക? നോർമലി എന്തായിരിക്കും? ഞാൻ ലിസി ഷാജാനോ എന്ന് പറയും. വേറെ കുറച്ചുകൂടി ചോദിച്ചാല് ഐ ആം സ്ട്രോങ് പേഴ്സൺ. വൃന്ദ, താങ്ക് യു വൃന്ദ. ഞാനൊരു സ്ട്രോങ് പേഴ്സൺ ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു വൃന്ദ. വേറെ എന്തൊക്കെ പറയാം? ഞാനൊരു സ്ട്രോങ് പേഴ്സൺ ആണ്. ഐ ആം എൻ അച്ചീവർ. വെരി ഗുഡ് വിനിയ, ഞാനൊരു അച്ചീവർ ആണ്. സൂപ്പർ. ഇനി എന്തൊക്കെ പറയാം? ഇനി എന്താ പറയാൻ പറ്റും? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഓക്കെ, ഗുഡ് ഹ്യൂമൻ. ഓക്കെ, വെരി ഗുഡ്. നല്ല ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമാനിറ്റേറിയൻ ആണ്. ലവിങ് പേഴ്സൺ ആണ് ഷീല. വെരി ഗുഡ്. ഐ എം ലവിങ് പേഴ്സൺ. അദിതി, ഐ എം എ ഗുഡ് ടീച്ചർ. വെരി ഗുഡ്. ഐ എം എ വെരി ഗുഡ് ടീച്ചർ. സൂപ്പർ. വെരി ഗുഡ്. സൂപ്പർ. വെരി ഗുഡ്. എക്സലന്റ്. നമ്മളിങ്ങനെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കരിയറിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ നമ്മുടെ ക്വാളിറ്റീസ് പറയും, അല്ലെങ്കിൽ നമ്മുടെ ട്രൈറ്റ്സ് പറയും, അല്ലെങ്കിൽ നമ്മുടെ ആട്രിബ്യൂട്ട്സ് പറയും. ഇതാണോ? ഇതെല്ലാം കൂടെ അല്ലേ നമ്മൾ? ഇതെല്ലാം കൂടെ ഐ എം എ വെരി ഗുഡ് മോട്ടിവേറ്റർ. അതൊരു ക്വാളിറ്റിയാണ്, ഒരു ആട്രിബ്യൂട്ടാണ്. ഇനി ചിലർ പറയും ഞാനൊരു പറയില്ലേ ഹ്യൂമാനിറ്റേറിയൻ. അത് വാല്യൂ ആണ്. നമ്മളെ വാല്യൂ പറയും, നമ്മുടെ ഗുണങ്ങൾ പറയും, ചിലപ്പോൾ നമ്മുടെ സ്കിൽസ് പറയും, നമ്മളുടെ പാഷൻ ഏരിയ ചേർത്ത് പറയും. ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മൾ.
അതറിയണമെങ്കിൽ നമ്മൾ കോഡെക്സ് എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ ഒരു കോർ മനസ്സിലാക്കണം. അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. സോ വെരി ഗുഡ്. അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങി പോകുമ്പോഴാണ് നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ സാധിക്കുക. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് നമ്മളെ മനസ്സിലാക്കുക. സെൽഫ് അവയർനെസ് ഉണ്ടാവുമ്പോൾ നമ്മൾ ഈ വൈ നോട്ട് എന്ന് പറയുന്നതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടും. എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റും? കാരണം എനിക്ക് ഇത്രയും ക്വാളിറ്റീസ് ഉണ്ട്, ഇത്രയും സ്കിൽസ് ഉണ്ട്, ഇത്രയും ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും പാഷൻസ് ഉണ്ട്, കുറേ അധികം കാര്യങ്ങൾ എനിക്കുണ്ട് എന്നുള്ളൊരു ഒരു നമുക്ക് നമ്മളൊരു അബൻഡന്റ് ഫീലിംഗ് ഉണ്ടാവും. സെൽഫ് അവയർനെസ്, നമ്മൾ യഥാർത്ഥ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് അത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മാത്രമല്ല, എൻ്റെ പാഷൻ അറിയുന്നത് മാത്രമല്ല, കുറേ അധികം ഏരിയാസ് ഉണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് വൈ നോട്ട് കുറച്ചുകൂടി ഈസിയാണ്. ദെൻ മൂന്നാമത് ഡു ഇറ്റ് യുവർ വേ, ഡെവലപ്പ് യുവർ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് വർത്ത്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് നോ യു ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഇനി ആരാണെങ്കിലും, നോ മാറ്റർ വാട്ട്, ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് എന്തായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. ഈവൻ എ ഹോം മേക്കർ ക്യാൻ മേക്ക് എ ഡിഫറൻസ് in her life and the life around herself. അവരുടെ ലൈഫിലും അവരുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും മാറ്റം ഉണ്ടാക്കാൻ ഒരു ഹോം മേക്കറിന് പോലും സാധിക്കും. അപ്പൊ നമ്മൾ ഒരു ഹോം മേക്കറിന് കോൺഫിഡൻസ് വേണം. ഒരു ഹോം മേക്കറാണ്. ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക, ഡെലിക്കേറ്റഡ് ആയ ഒത്തിരി ജോലി ചെയ്യുന്നവരാണ്. ഹാർഡ് വർക്കും സോഫ്റ്റ് വർക്കും ഒക്കെ ചെയ്യുന്നവരാണ് ഹോം മേക്കിംഗ് എന്ന് പറയുന്നത്. വളരെ ടഫ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഒരു പാരന്റ് എന്ന് പറയുന്നത് അതിനേക്കാളും ടഫാണ്. ഇവർക്കൊക്കെ വേണം സെൽഫ് കോൺഫിഡൻസും സെൽഫ് അവയർനെസ്സും സെൽഫ് വർത്തും വേണമെന്ന് ഞാൻ പറയും. ദെൻ സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ ഗോൾ. ഏത് കാറ്റഗറി ജീവിക്കുന്ന ഒരാളാണെങ്കിലും ഗോൾ ഉണ്ടാകും. അതിനെ ആരാണെങ്കിലും വേണം ഗോൾ. ഗോൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് മാത്രം പോരാ, പ്രൊഫഷണലിന് മാത്രം പോരാ, കോച്ചിന് മാത്രം പോരാ, ഒരു ടീച്ചറിന് മാത്രം, ഏത് കാറ്റഗറിയാണ്, സെയിൽസ്മാന് മാത്രം പോരാ ഗോൾ. എല്ലാവർക്കും ഗോൾ വേണം. എല്ലാവർക്കും ഒരു അതിന്റെ ഗോൾ ഇല്ലെങ്കിൽ എന്ന് വെച്ചാല്, ഗോൾ ഇല്ല എങ്കിൽ നമ്മൾ വിചാരിച്ചോളാം നമ്മുടെ ലൈഫിന്റെ എന്താ പറയണ്ടേ, ഡേറ്റ് നമ്മളായിട്ട് നമ്മളെ ഡേറ്റ് നേരത്തെ കൂട്ടി വാങ്ങുകയാണ് സമയം. ഹെൽത്തിനെ ബാധിക്കും, നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കും, നമ്മുടെ ലോഞ്ചിവിറ്റിയെ ബാധിക്കും, നമ്മുടെ എക്സൈറ്റ്മെന്റിനെ ബാധിക്കും, ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ, ഇതെല്ലാം ഗോളുമായിട്ട് അടങ്ങിയതാണ്. ഒരു ധാരണയുണ്ട്, പഠിക്കുന്ന കുട്ടികളല്ലേ ഗോൾസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരല്ലേ ഗോൾസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവരല്ലേ ബിസിനസ്സിന്റെ അടുത്ത 5 വർഷത്തെ ഗോൾ അല്ല. ഈച്ച് ആൻഡ് എവറി ഹ്യൂമൻ ബീങ് ഷുഡ് മസ്റ്റ് സെറ്റ് യുവർ ഓൺ ഗോൾ. ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ഗോൾ ആയിരിക്കും. 60 വയസ്സായ ഒരാളുടെ ഗോൾ എന്ന് വെച്ചാൽ ഞാൻ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആകണമെന്നായിരിക്കും. എനിക്ക് ഒത്തിരി നന്മകൾ കോൺട്രിബ്യൂഷൻ ലോകത്തിന് ചെയ്യണമെന്നായിരിക്കും. എനിക്ക് ഒരുപാട് പേർക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നായിരിക്കും. ഓരോരുത്തർക്കും ഗോൾ ഉണ്ട്. ആ ഓരോ വ്യക്തിക്കും ഗോൾ ഉണ്ടാകണം. ഞാനിനി അടുത്ത ഒരു ഫ്രീ വെബിനാർ ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോർ സീനിയർ സിറ്റിസൺസിനാണ്. അവരുടെ മെന്റൽ ഹെൽത്തിന് ഞാനൊരു നെക്സ്റ്റ് ഒരു ഫ്രീ വെബിനാർ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലൊരു പുതിയൊരു പ്രോജക്റ്റ്. കാരണം അവർ ഹെൽത്തി ആയിട്ടിരിക്കുക, അവര് കൂടുതൽ കോൺട്രിബ്യൂഷൻ ലോകത്തിന് നൽകാൻ സാധിക്കുക, അവര് അവരുടെ എന്താണ് ഹാപ്പിനെസ് എങ്ങനെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, യങ്സ്റ്റേഴ്സ് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ ഇങ്ങനെ എല്ലാവരും ഗോള് വേണം. ആ ഗോളിലേക്ക് നമുക്ക് ഫോക്കസ് ഉണ്ടാകണം. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ ഗോൾസ്, ഓൾവേസ് ലുക്ക് ഫോർ ഗുഡ് ഐഡിയാസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അഞ്ചാമത്തെയാണ്. ഈ ഗോളിൽ ഫോക്കസ് ചെയ്താലുള്ള ഗുണം എന്ന് പറയാമോ, നമുക്ക് നല്ല ഐഡിയാസും ഓപ്പർച്യൂണിറ്റീസും ലഭിക്കും. അഞ്ചാമത്തെ, ഓൾവേസ് ലുക്ക് ഫോർ ഗുഡ് ഐഡിയാസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ഗോളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ആ ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് മനസ്സ് ചിന്തിക്കുമ്പോഴാണ് ഐഡിയാസ് വരുന്നത്. ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് ഔട്ടർ വേൾഡിൽ അത് നമ്മളിലേക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നത്. ഇതിലൊക്കെ നമ്മളുടെ ബേസിക്സ് ആയിട്ട് നമ്മുടെ തോട്ട്സും ഫോക്കസും വേണം. ഒരു സീഡ് ഉണ്ടാകണം, അത് ഗോളാണ്. അതിന് ഫോക്കസ് ചെയ്യുന്നു, നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആശയങ്ങൾ അത് എങ്ങനെ ഉണ്ടാകണമെന്ന് ആശയങ്ങൾ ഉണ്ടാകും, ജനറേറ്റ് ചെയ്യും. ആ ആശയങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് അത് നടക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്ന ആ ഒരു ഓഡിയോ ഏൾ നൈറ്റിംഗേലിന്റെ, അത് നിങ്ങൾ 90 days കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാകും. അത് ഏത് കാറ്റഗറിയിലുള്ള ആളാണ്.
പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് 90 ഡേയ്സ് അത് കേൾക്കാൻ പറ്റത്തില്ല. ഇനി ആരെങ്കിലും ഞാൻ എൻ്റെ ചലഞ്ച് ഒന്ന് ഓവർകം ചെയ്ത് അത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യും. 90 ഡേയ്സ് ഈ ഒരു ശബ്ദ സന്ദേശം ഞാൻ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഈ സെഷൻ കഴിഞ്ഞിട്ട് ഞാൻ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആരെങ്കിലും ഈ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും അത് ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇത് കേൾക്കുക. ഇത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആരുടെ കേട്ടാലും കുഴപ്പമില്ല. സ്ട്രേഞ്ചസ്റ്റ് ഏൾ നൈറ്റിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം 90 ദിവസം നിങ്ങൾ കേൾക്കാൻ വേണ്ടി. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, 90 ദിവസം പറ്റില്ല. നോർമലി അത് ചിലപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. പക്ഷെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരിക്കലും പഴയതുപോലെ ആകില്ല. അത്രയും പവർഫുൾ ആണ്. നമ്മൾക്ക് ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാനും നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യാനും നമ്മൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും വിൽ പവർ നമുക്ക് നേടിയെടുക്കാനും സഹായിക്കുന്ന ഒരു സാധനമാണ് ഏൾ നൈറ്റിംഗേലിന്റെ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് എന്ന് പറയുന്നത്. അതൊരു എത്ര കാലം കഴിഞ്ഞാലും ഈ അതായത് ഒരു ഒരു എന്താ പറയേണ്ടത്, ടൈമിന് അപ്പുറത്തേക്കുള്ള ഒരു താങ്ക് യു ബിനയ, ടൈമിലേക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിസ്ഡമാണ്. അത് ആ ഒരു വിസ്ഡമാണ് നമ്മൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു വീഡിയോ കേട്ടതുകൊണ്ട്. നിങ്ങളപ്പോൾ ചോദിച്ചേക്കാം, ഒരു വീഡിയോ കേട്ടാൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. കാരണം നമ്മളെ മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യും, ബ്രെയിനെ റീപ്രോഗ്രാമിങ് ചെയ്യും, കൺസിസ്റ്റൻസി ഉണ്ടാവും, നമ്മുടെ തോട്ട് പ്രോസസ്സ് ചേഞ്ച് ചെയ്യും, നമ്മളുടെ ആക്ഷൻസ് ചേഞ്ച് ചെയ്യും, നമ്മുടെ ബിഹേവിയറിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ സംസാരത്തിൽ മാറ്റം ഉണ്ടാവും, നമ്മുടെ പ്രയോറിറ്റീസ് മാറും, നമ്മളിലേക്ക് ഓപ്പർച്യൂണിറ്റീസും ഐഡിയാസും ദിവസവും വന്നുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ ട്രൈ ചെയ്യും. ഞാൻ അഗെയിൻ ചലഞ്ച് ചെയ്യണം, ആരെങ്കിലും അത് 90 ഡേയ്സ് കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വരും, ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, 90 ഡേയ്സ്. ആദ്യത്തെ ഒരു 40 ഡേയ്സ് 2 സമയം കേൾക്കുകയാണെങ്കിൽ പെർഫെക്റ്റ്, വെൽ ആൻഡ് ഗുഡ്, സൂപ്പർ ആയിരിക്കും. Then 6, when you are full of self-doubt, just look back into your setbacks and said, I can do it. ഉറപ്പായിട്ടും ചില സമയത്ത് സെൽഫ് ഡൗട്ട് വരും, സംഭവിക്കുമോ നടക്കുമോ എന്നൊക്കെ സെൽഫ് ഡൗട്ട് വരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫിലുണ്ടായ സെറ്റ് ബാക്സ് നോക്കുക, എന്നിട്ട് നിങ്ങൾ സ്വയം പറയുക, ഐ ക്യാൻ ഡു ഇറ്റ്, ഐ ക്യാൻ ഡു ഇറ്റ്. ഈ ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോയാണ് കേട്ടോ. ഇന്നത്തെ ഒരു മോട്ടോ വേണം, അത് ഇങ്ങനെ മനസ്സിൽ പിടിച്ചു വെക്കണം. Then 7, push yourself into outer comfort zone. കംഫർട്ട് സോണിന്റെ പുറത്താണ് ഫ്രീഡം ഉള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കണ്ണടച്ചുകൊണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്, കംഫർട്ട് സോണിൽ എനിക്ക് സ്വസ്ഥമായി ഇരിക്കാം. പക്ഷെ നിങ്ങൾക്ക് ഫ്രീഡം വേണമെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകണം. നമുക്ക് നോർമലി ഒരു നോർമൽ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും അതൊരു ഡേഞ്ചറസ് സോൺ അല്ലേന്ന്. അല്ല, കംഫർട്ട് സോൺ ആണ് ഓൾവേസ് ഡേഞ്ചറസ് സോൺ. നമ്മൾ അപ്പുറത്ത് ഫ്രീഡം വേണമെങ്കിൽ ഇതിന്റെ പുറത്ത് ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ. പുറത്തിറങ്ങുമ്പോഴാണ് ആ ഒരു ബ്യൂട്ടി, നിങ്ങൾ ജീവിതത്തിന്റെ മനോഹാരിത അറിയണമെങ്കിൽ നിങ്ങൾ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒന്ന് പുറത്തിറങ്ങി നോക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കുക, കോൺഫിഡന്റ് ആകുക, നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ആദ്യം കുറച്ച് പ്രശ്നമുണ്ടാകും, പക്ഷെ വൺസ് ഇഫ് യു ക്യാൻ അച്ചീവ് ദാറ്റ്, തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയായി മാറും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്ത് ഞാനത് ആ സന്തോഷം, ആ ഫ്രീഡം അനുഭവിക്കുന്നു. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും, ഇമോഷണൽ ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം, എല്ലാ ഫ്രീഡവും നമ്മൾ അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടില്ല. ആ ഒരു കംഫർട്ട് സോൺ നിന്ന് പുറത്തേക്ക് വരിക, അത് ഇന്നൊരു തീരുമാനം എടുക്കണം. ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് ആ കാര്യം ഇന്നേയും ചെയ്യും, തീർച്ചയായിട്ടും എടുക്കുക. 8th പോയിന്റ്, ഓൾവേസ് ബി എ പാർട്ട് ഓഫ് സൊല്യൂഷൻ, നോട്ട് എ പ്രോബ്ലം. ഏതൊരു കാര്യം കണ്ടാലും അതിന്റെ സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം, ഒരിക്കലും പ്രോബ്ലത്തിന്റെ പാർട്ടായി മാറരുത്. അത് നമുക്കൊരു പാറ്റേൺ ഡെവലപ്പ് ചെയ്യും. നമ്മൾ എന്താണോ റിപ്പീറ്റ് 4 to 5 ടൈംസ് ചെയ്യുമ്പോൾ പാറ്റേൺ ക്രിയേറ്റഡ് ആവും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പാറ്റേൺ ക്രിയേറ്റ് 4 ടൈമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 4 ടൈം സ്മോക്ക് ചെയ്താൽ നമ്മൾ ഒരു സ്മോക്കറായി മാറും. 4 ടൈം നെഗറ്റീവ് തോട്ട്സ് ഒരു നെഗറ്റീവ് തിങ്കറായി മാറും. അതൊരു 10,000 hours നമ്മൾ ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ എക്സൽ ആവും, എക്സൽ നെഗറ്റീവ് തിങ്കറായി മാറും. അത് തിരിച്ചാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ഉള്ള ഒരു പേഴ്സണായി മാറും. 4, എനിക്ക് അടുത്ത മീറ്റിംഗിന് സമയമായി. 9th, ലൈഫ് ഈസ് എൻ അഡ്വഞ്ചർ. എപ്പോഴും മനസ്സിലാക്കുക, ലൈഫ് എന്ന് പറയുന്നത് സൂപ്പർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ കുറച്ചും അപ്സ് ആൻഡ് ഡൗൺസ് വരെ എപ്പോഴും പറയുന്ന പോലെ അതൊരു അഡ്വഞ്ചർ ആയിട്ട് എടുക്കാമെങ്കിൽ
ഒരു അഡ്വഞ്ചറസ് ജേണിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എടുക്കാമെങ്കിൽ നമുക്ക് അതിന് മുകളിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ കൂളായിട്ട് ചിന്തിക്കാൻ പറ്റും. 10th പോയിന്റ്, ബി ഓൾവേസ് എന്തൂസിയാസ്റ്റിക്. എപ്പോഴും ഒരു കുട്ടികളുടെ ഒരു ക്യൂരിയോസിറ്റിയും എന്തൂസിയാസും ഒക്കെ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ ആറ്റിറ്റ്യൂഡ് ഒരു 10 പോയിന്റ്സ് വെച്ചിട്ട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും. ഞാൻ എൻഡ് ഓഫ് ദ ഡേ ഹാപ്പി ആയിരിക്കുക. ഹാപ്പി ആയിരുന്നാൽ മാത്രമാണ് നമ്മുടെ എല്ലാ ഡോട്ട്സും ഓപ്പൺ ആകുന്നത്. എസ്പെഷ്യലി മണി, അതുപോലെ പ്രോസ്പെരിറ്റി, അബണ്ടൻസ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരു 60-80% നമ്മളെ ഹാപ്പിനെസ് തരും. അതിനെ വാല്യൂ ചെയ്യാൻ പഠിക്കുക. ഏണസ്റ്റ് നൈറ്റിംഗേലിന്റെ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ആഴത്തില്, ഒരു ഡിസ്റ്റർബൻസും ഇല്ല, നിങ്ങൾ ആഴത്തിൽ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. രണ്ട്, നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയും ചെയ്യും. 90 days നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് മാറും. ആൻഡ് ആസ്ക് ദിസ് 4 question ഓൾവേസ്. വൈ? എന്തിന് ഞാൻ സന്തോഷിക്കണം? ഇന്ന് ഹാപ്പിനെസ് ആണല്ലോ നമ്മുടെ വിഷയം. എന്തിന് ഞാൻ സന്തോഷിക്കണം? സന്തോഷിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം വൈ. ആസ്ക് യുവർ സെൽഫ് വൈ ഷുഡ് ഐ ബി ഹാപ്പി? ഞാൻ എന്തിനു സന്തോഷിക്കണം? വൈ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വൈ. ഏതിനും ഈ 4 ക്വസ്റ്റ്യൻ വേർഡ് ആപ്ലിക്കബിൾ ആണ്. എന്തിന് ഞാൻ പണം സമ്പാദിക്കണം? നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കണ്ടെത്തുക. എന്തിന് ഞാൻ സന്തോഷിക്കണം? നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അബണ്ടന്റ് ആയിട്ട് ലൈഫിൽ സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് ജീവിക്കാം. വൈ നോട്ട്? എന്തുകൊണ്ട് എനിക്ക് സന്തോഷിച്ചുകൂടാ? എല്ലാവരും സക്സസ് ആവുന്നില്ലേ? അവര് സന്തോഷത്തോടുകൂടി സക്സസ് ആവുന്നു. എല്ലാവരും കാശുണ്ടാക്കുന്നു, എല്ലാവരും നല്ല റിലേഷൻഷിപ്പ്, നല്ല ഫാമിലി, നല്ല സമ്പത്ത് എല്ലാം ഉണ്ട്. വൈ നോട്ട്? എന്തുകൊണ്ട് എനിക്ക് പാടില്ല? തീർച്ചയായും വൈ നോട്ട് മീ? എനിക്ക് എന്തുകൊണ്ട് പാടില്ല? ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇല്ല, എനിക്ക് എന്തുകൊണ്ട് സന്തോഷിക്കാൻ പാടില്ല? എനിക്ക് എന്തുകൊണ്ട് സക്സസ് ആകാൻ പാടില്ല? വൈ നോട്ട് നൗ? എന്തുകൊണ്ട് എനിക്ക് ഇപ്പോഴും മുതൽ തുടങ്ങിക്കൂടാ? വൈ നോട്ട് മീ, വൈ നോട്ട് നൗ? ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മോർ പവർഫുൾ. വൈ നോട്ട് മീ? എന്തുകൊണ്ട് എനിക്ക് സന്തോഷിച്ചുകൂടാ? എന്തുകൊണ്ട് എനിക്ക് സന്തോഷം? ഈ 4th ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലേക്ക്. വൈ നോട്ട് മീ? എന്തുകൊണ്ട് എനിക്ക് സക്സസ് വരുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് സക്സസ്ഫുൾ ആയിക്കൂടാ? എന്തുകൊണ്ട് എനിക്ക് അബണ്ടന്റ് ആയിക്കൂടാ? എന്തുകൊണ്ട് എനിക്ക് ബാഡ് ഹാബിറ്റ് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു ജീവിതം ഈ മൊമെന്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ? ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുക. തീർച്ചയായും നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. പെർമനന്റ് ആയിട്ട് സന്തോഷം ഉണ്ടാകുന്ന ആളുകളായി മാറണമെങ്കിൽ നമ്മളെ മനസ്സിന്റെ ഈ കിടക്കുന്ന ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന സെഡിമെന്റ് ആയിട്ട് കിടക്കുന്ന എല്ലാ നെഗറ്റീവ് ഇമോഷൻസും എടുത്ത് പുറത്തേക്ക് കളയണം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് 20th 20 മുതൽ ട്രാൻസ്ജെൻഡൻസിന്റെ 21 ദിവസത്തെ ജേർണി ആരംഭിക്കുകയാണ്. സൂപ്പർ ഡ്യൂപ്പർ ജേർണിയാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നൈറ്റിംഗിന്റെ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാം. തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾ ഇന്നത്തെ വൈ നോട്ട് ബി ആ ക്വസ്റ്റ്യൻ മനസ്സിലേക്ക് എടുക്കുക. ഐ ക്യാൻ ഡു. ഈ ഐ ക്യാൻ ഡു, ഞാൻ എന്താണെങ്കിലും ഞാനത് ചെയ്യും എന്നൊരു തീരുമാനം, ഡിസിഷൻ എടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇന്ന് പെട്ടെന്ന് നിർത്തേണ്ടി വരുന്നു. നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് നമ്മൾ പറഞ്ഞ പോലെ 1 hour തീർച്ചയായിട്ടും നമ്മുടെ സെഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ കംപ്രസ് ചെയ്തിട്ടാണ് ഈ ടൈമിനുള്ളിൽ തീർക്കാൻ വേണ്ടി കംപ്രസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ സെഷൻ എടുത്തിട്ടുള്ളത്. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ബൈ ബൈ. ഗുഡ് ഡേ, ഗുഡ് ഈവനിങ്. ബൈ. നെക്സ്റ്റ് വീക്ക് വീണ്ടും കാണാം. താങ്ക് യു.